ഇത് നമ്മൾ കേട്ടിട്ടില്ലാത്ത ഒരു മഹാഭാരത കഥയാണ്. ഒരു വീരൻ തന്റെ ശക്തിയെ ത്യജിച്ച ധാർമ്മികതയ്ക്ക് മുന്നിൽ തലകുനിച്ച കഥ. ചരിത്രത്തിൽ അവന്റെ പേര് അധികമാരും പരാമർശിച്ചിട്ടുണ്ടാവില്ല. രക്തം നിറഞ്ഞ യുദ്ധഭൂമിയിൽ നിന്ന് ഇതിഹാസമുണ്ടായത് ഒരു ഒറ്റ തലയുടെ മഹത്വമാണ്. ചരിത്രം പറയാതെ പോയ ആ മഹാവീരൻ. അവൻ ബർബരികൻ. ഭീമന്റെ മകനായ ഘടോത്കചനും നാഗകുല രാജകുമാരിയായ മോർവിക്കും ജനിച്ച മകൻ ബാർബരികൻ. കുട്ടിയായിരുന്നപ്പോഴേ തന്നെ അവന് യുദ്ധം അധ്വാനമല്ല, ധർമ്മമായിരുന്നു. ശിവനെ, എനിക്ക് യുദ്ധശക്തിയെയും ധർമ്മബോധവും അനുഗ്രഹിക്കണം. ബാർബരിക, നീ നേടിയ തപസ്സിന് ഫലം. ഈ മൂന്നമ്പുകളും ധനുസും നിനക്കാണ്. ശക്തിയുടെ സ്പന്ദനം. മൂന്നമ്പുകൾ. ഒരൊറ്റ യുദ്ധം മതിയാക്കാൻ ഇതൊക്കെ മതിയാകും. പുത്ര, നീ ഏത് പ്രതിസന്ധിയിലും എപ്പോഴും ബലഹീനരുടെ ഒപ്പമാണ് നിൽക്കേണ്ടത്. അമ്മേ, ഞാൻ എപ്പോഴും ബലഹീനരുടെ ഭാഗത്തായിരിക്കും. ഇത് എന്റെ വാക്കാണ്. ഭൂമിയും ആകാശവും തുളച്ചു കയറിയ രക്തത്തിന്റെ ഗന്ധം. ഭീഷ്മരെ, മഹാഭാരത യുദ്ധം തീർക്കാൻ എത്ര ദിവസമെടുക്കും നിങ്ങൾ? 10 ദിവസം. ദ്രോണാചാര്യ, നീ എത്ര ദിവസം കൊണ്ട് മഹാഭാരത യുദ്ധം തീർക്കും? 7 ദിവസം. കർണ, നീ എത്ര ദിവസം കൊണ്ട് മഹായുദ്ധം തീർക്കും? 5 ദിവസം മതിയാവും. അർജുന, നീ എത്ര സമയത്തിനുള്ളിൽ മഹാഭാരത യുദ്ധം തീർക്കും? 1 ദിവസം മതിയാവും കേശവ. നീ ആരാണ്? എന്തിനീ യുദ്ധഭൂമിയിലേക്ക് ഒരുങ്ങുന്നത്? ഞാൻ ഭീമസേനന്റെ മരുമകനാണ്, ബർബരികൻ. നീ ഈ മഹായുദ്ധം എത്ര ദിവസം കൊണ്ട് തീർക്കും ബാർബരികൻ? സ്വാമി, 1 നിമിഷം കൊണ്ട് തീർക്കാം. എങ്ങനെയാണ് നീ ഈ യുദ്ധം 1 നിമിഷത്തിൽ തീർക്കുമെന്ന് പറയുന്നത്? ഒരു അമ്പ് കൊണ്ട് നീ എന്ത് ചെയ്യും ബാർബരിക?
ഈ അമ്പ് ശത്രുവിനെ മാത്രം ലക്ഷ്യമാക്കി തിരിച്ചു വരും. ഇപ്പോൾ ഈ രണ്ടാം അമ്പ് മുന്നേ അടയാളപ്പെടുത്തിയവരെ നിശ്ചലമാക്കും. അത്ഭുതം. ഈ മൂന്നാം അമ്പ് മുന്നേ ഉണ്ടായതെല്ലാം തിരിച്ചു മാറ്റാനും വീണ്ടും ആരംഭിക്കാനും ശേഷിയുള്ളതാണ്. മഹാഭാരതത്തിൽ അങ്ങേയറ്റം ശക്തനും ശുദ്ധഹൃദയവുമുള്ള യോദ്ധാവാണ് നീ ബാർബരിക. പക്ഷേ നിന്നെ ഈ യുദ്ധത്തിൽ പങ്കെടുക്കാൻ അനുവദിക്കില്ല. ഇതെന്റെ രണഭൂമി. ഇവിടെ തന്നെ ഞാൻ എന്റെ വാക്ക് പാലിക്കണം. ബർബരിക, നിന്റെ ഭാഗം ആർക്കൊപ്പമാണ്? ബലഹീനർക്കൊപ്പം അതോ ശക്തർക്കോ? ഞാൻ എപ്പോഴും ബലഹീനരുടെ ഭാഗത്തായിരിക്കും, ഏത് സന്ദർഭത്തിലും. എന്നാൽ ഗുരുദക്ഷിണയായി നിനക്ക് നിന്റെ തല നൽകേണ്ടി വരും ബാർബരിക. നീ തയ്യാറാണോ? എന്റെ തല ഞാൻ സമർപ്പിക്കുന്നു. ധർമ്മത്തിനു വേണ്ടിയും സത്യത്തിനു വേണ്ടിയും ഞാനാണ് വിശ്വരൂപൻ. നിന്റെ തലയിലൂടെ സാക്ഷിയാകൂ ബാർബരിക. സമഗ്ര ധർമ്മയുദ്ധത്തിന്റെയും സാക്ഷി. ഭീമൻ ദുശാസനനെ നിലത്തു തള്ളി വീഴ്ത്തി. ഓരോ അടിയിലും പ്രതികാരത്തിന്റെ തീപൊരി. ഘടോത്സജന് ആകാശത്തു നിന്ന് കർണന്റെ ശക്തിയാസ്ത്രം അതിനെ തുളച്ചു കയറി. ആകാശം പിളർന്നു പോയതുപോലെ. അഭിമന്യു അതിക്രമിച്ചു ചക്രവ്യൂഹം. ഒറ്റയ്ക്ക് ഒട്ടനവധി യോദ്ധാക്കളെ നേരിടുന്നു. പക്ഷേ മൃദുവായ ബാലഹൃദയം ധൈര്യത്തോടെയാണ് വീഴുന്നത്. അർജുനനും കർണനും ധർമ്മത്തിന്റെയും അഭിമാനത്തിന്റെയും ഏറ്റുമുട്ടൽ. ബാർബരികന്റെ തല ശാന്തമായി കാണുന്നു കൗരവർ. ധർമ്മവും അധർമ്മവും പരസ്പരം ലയിക്കുന്ന ഈ മഹാസംഗ്രാമം മഹാഭാരത യുദ്ധത്തിന്റെ നിശബ്ദ സാക്ഷിയായി ബാർബരികൻ ഇന്നും ദർശിക്കുന്നു. ധർമ്മത്തിന്റെയും അധർമ്മത്തിന്റെയും യാഥാർത്ഥ്യം